സ്വാതന്ത്ര്യദിന ക്വിസ് LP, UP, HS, HSS പാർട്ട് 6. എൻ്റെ ശവപ്പെട്ടിയിലെ ഓരോ ആണിയും ബ്രിട്ടീഷ് ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കും എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി ആരായിരുന്നു? ഉത്തരം ലാല ലജ്പത് റായ്. രാജർഷി എന്ന പേരിൽ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് നേതാവിനെയായിരുന്നു? ഉത്തരം പുരുഷോത്തം ദാസ് ധണ്ടൻ. യാചകരുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് നേതാവിനെയാണ്? ഉത്തരം മദൻ മോഹൻ മാളവ്യ. രാഷ്ട്രജനനി സുരക്ഷാ ദിനം ഏപ്രിൽ 11-നാണ്. ഇത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ആരാണ്? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. കറുത്ത നിയമം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് കിരാത നിയമത്തെയായിരുന്നു? ഉത്തരം റൗളറ്റ് ആക്ട്. 1948 ജനുവരി 30-ന് വെടിയേറ്റു മരിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ നേരം ഗാന്ധിജി അവസാനമായി സംസാരിച്ചത് ഏത് നേതാവിനോടായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ ചിത്രത്തോടു കൂടിയ പുതിയ സീരീസ് കറൻസി നോട്ടുകൾ ഇന്ത്യ പുറത്തിറക്കിയത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1996. എൻ്റെ ഗുരുനാഥൻ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച മലയാള കവി ആരായിരുന്നു? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഗാന്ധിജി വെടിയേറ്റു മരിക്കുമ്പോൾ ധരിച്ച രക്തം പുരണ്ട ഖദർ വസ്ത്രം ഏത് മ്യൂസിയത്തിലാണ് സംരക്ഷിച്ച് വച്ചിരിക്കുന്നത്? ഉത്തരം മധുരയിലെ ഗാന്ധി മ്യൂസിയത്തിൽ. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിൻ്റെ പഴയ പേര് എന്തായിരുന്നു? ഉത്തരം സുദാമാപുരി. ബംഗാൾ വിഭജനത്തിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം 1905 എന്നാണ്. അതുപോലെ തന്നെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഹർഡിഞ്ച് പ്രഭു. അപ്പോൾ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് 1911.